ഇതുപോലെ തൊലിയൊക്കെ കറുത്തു പോയിട്ടുള്ള പഴം ഒരുപാട് വീട്ടിലിരിപ്പുണ്ടാവില്ലേ? എന്നാൽ നമുക്കിത് വെച്ചിട്ട് ഒരു അടിപൊളി പലഹാരം തയ്യാറാക്കിയെടുത്താലോ? മിക്സിയിലോട്ടേക്ക് ഈ ഒരു കറുത്ത പഴം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ഏലക്ക, അല്പം നല്ല ജീരകം, ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഈ അരച്ചെടുത്ത പേസ്റ്റിലോട്ടേക്ക് കുറച്ച് തേങ്ങ ചിരുവതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു ബൗളിലോട്ടേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് മൈദ, 2 സ്പൂൺ പത്തിരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മുടെ മാവിൻ്റെ പരുവെന്ന് പറയുന്നത്. ബോൾസ് ആക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ. ഇനി നമുക്ക് ചൂടുള്ള എണ്ണയിലേക്ക് ഈ ഓരോ ബോൾസ് ആക്കിയിട്ട് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബനാന ബോൾസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കറുത്ത പഴം ആരും കളയണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ കുട്ടികൾക്കൊക്കെ ആ ഒരു പഴം വെച്ചിട്ട് ഒരു അടിപൊളി പലഹാരം തയ്യാറാക്കി കൊടുക്കുക. നല്ലൊരു സ്നാക്കാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.